ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2025 ഇറങ്ങാൻ പോകുന്ന പുതിയ വണ്ടികളെ പറ്റി പറയുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്ന മാരുതി സുസുക്കിയുടെ വണ്ടികളെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ഹ്യുണ്ടായി അല്ലെങ്കിൽ ഓർ ഈവൻ ടാറ്റയുടെ പുതിയ വണ്ടികളെ പറ്റിയായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷേ എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്സ് വാഗൻ ഇന്ത്യയിൽ ഈ വർഷം കൊണ്ടുവരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങളെ പറ്റിയാണ്. ആൻഡ് 5 എന്ന് പറയുന്നത് അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. കാരണം കഴിഞ്ഞ 2024 വർഷം നോക്കുകയാണെങ്കിൽ ഫോക്സ് വാഗൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പുതിയൊരു വണ്ടി ഇറക്കുന്നത് പോട്ടെ, അവർ ഫേസ് ലിഫ്റ്റ് ഇറക്കിയിട്ടില്ല. ആകപ്പാട് കുറച്ച് ചെറിയ അപ്ഡേറ്റ്സ് ആണ്. അതായത് വെർട്ടസിൻ്റെ ആയിക്കോണം ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, 1 ലിറ്റർ മോഡൽ അവരുടെ GT വേരിയൻസ് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുമാതിരി വലിയ കാര്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തായാലും 25 അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഓട്ടോകാർ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഫോക്സ് വാഗൻ ഇന്ത്യയിൽ 5 പുതിയ വാഹനങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് അതിൽ ആദ്യത്തെ വാഹനം നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടിഗ്വാൻ്റെ ഒരു പുതിയ അപ്ഡേറ്റഡ് മോഡലാണ്. അപ്ഡേറ്റ് അല്ല, ഇതൊരു പുതിയ ജനറേഷൻ മോഡൽ തന്നെയാണ് എന്ന് പറയും. ഇൻ്റർനാഷണലി ഈ വാഹനം കഴിഞ്ഞ വർഷം തന്നെ ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ടിഗ്വാൻ R എന്ന് പറഞ്ഞ വേർഷനാണ് ഇൻ്റർനാഷണലി ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. ഓട്ടോകാർ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് നമുക്കിവിടെ കിട്ടാൻ പോകുന്നതും ഈ പറയുന്ന പുതിയ ടിഗ്വാൻ R എന്ന് പറയുന്ന പെർഫോമൻസ് വേരിയൻ്റ് ആയിരിക്കും എന്ന് പറയുന്നു. എനിക്ക് അതിൽ വലിയ പ്രതീക്ഷയില്ല. നോർമൽ ടിഗ്വാൻ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇനിയിപ്പം ടിഗ്വാൻ R ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും കിട്ടുന്നത്. ബിഗർ വീൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ പവർ ആണെങ്കിൽ പോലും 2 TSI പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ 250 bhpക്ക് മുകളിൽ ഈ വാഹനം പവർ പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇത് ഇവരുടെ പെർഫോമൻസ് വേരിയൻറ്റും കൂടി ആയതുകൊണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിലും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതുപോലെ 15 ഇഞ്ചോളം മാക്സിമം സൈസ് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരെ ടോപ്പ് എൻഡ് നമുക്ക് ഓപ്ഷണലായിട്ട് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ താഴത്തെ വേരിയൻസ് നോക്കാനാണെങ്കിലും അവിടെയും നമുക്ക് 12.9 ഇഞ്ച് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ആൻഡ് ക്യാബിൻ എക്സ്പീരിയൻസ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഈ വണ്ടി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഇമ്പോർട്ടായിട്ടാണ് പറയുന്നത്, അതായത് CBU ഫോമിൽ വരും എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 35 lakhs ആണ് ടിഗ്വാൻ്റെ എക്സ്ഷോറും വരുന്നത്. അതെന്തായാലും ഈ വണ്ടിക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. എങ്ങനെ പോയാലും ഒരു 50 to 60 lakhs അടുത്ത് വരെയൊക്കെ ഇതിൻ്റെ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് CBU ആണെങ്കിലാണ്. CKD ആയിട്ട് അവരിവിടെ കൊണ്ടുവരികയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതും ടിഗ്വാൻ R ഒന്നും കൊണ്ടുവരാതെ നോർമൽ ടിഗ്വാൻ കൊണ്ടുവരുന്നത് തന്നെയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത്. കാരണം അവരെന്തായാലും വേറൊരു വണ്ടി പെർഫോമൻസിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഡിസൈൻ വെച്ചൊക്കെ നോക്കാനാണെങ്കിൽ നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് വരുന്ന വണ്ടി വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല. കുറച്ചും കൂടെ ഒരു മോഡേൺ ആയിട്ടുള്ള സ്റ്റൈലിങ്ങിലാണ് ഈ വാഹനം വരുന്നത്. അതിപ്പോൾ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും. ഇനി അടുത്തത് ഇവരുടെ 2 മാസ് മാർക്കറ്റ് വാഹനങ്ങളായ വെർട്ടസിലും അതുപോലെ തന്നെ ടൈഗണിലുള്ള അപ്ഡേറ്റ്സ് ആണ്. അതായത് അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ അവർ ശരിക്കും ഒരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ് 25 ഇറക്കാൻ പോകുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട്സ് കിട്ടിയത്. സോ ബേസിക്കലി ഫോക്സ് വാഗൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ബാക്കിയൊക്കെ കമ്പനികൾ ചെറിയ അപ്ഡേറ്റ് കൊടുക്കില്ല. ഇപ്പോൾ കൊറിയൻസിൻ്റെ ഒക്കെ കേസിലെടുക്കുകയാണെങ്കിൽ അവർ ചെറുതായിട്ട് ഈ മാസം നടത്തുന്ന അപ്ഡേറ്റ് പോലെയാണ് ഫോക്സ് വാഗൻ്റെ ഫേസ് ലിഫ്റ്റുകൾ വരുന്നത്. അതേസമയം കൊറിയൻസ് ഫേസ് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ മാരുതിയൊക്കെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് നടത്തുന്ന പോലത്തെ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും അവർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പുതിയ ഫേസ് ലിഫ്റ്റ് കറക്റ്റ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മൊത്തം മാറ്റി. പക്ഷേ എന്നാലും പുതിയ ജനറേഷൻ ഒന്നും വിളിക്കേണ്ടവർ തന്നെ ഫേസ് ലിഫ്റ്റ് തന്നെയാണ് വിളിച്ചത്. എന്തായാലും ഇവരുടെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് എന്നിവർ പറയുന്നതിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻറ്റീരിയർ അതുപോലെ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 360° ക്യാമറ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാനോറാമിക് സൺറൂഫിൻ്റെ ന്യൂസ് കേൾക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം ഇതിൻ്റെ പുതിയ വേരിയൻസിൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഫീച്ചേഴ്സിൻ്റെ അപ്ഡേറ്റ് നമുക്കിതിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നോ അത്രേ ഉള്ളൂ. അല്ലാതെ ഫോക്സ് വാഗൻ്റെ ഫേസ് ലിഫ്റ്റ് വണ്ടികളിൽ നിന്ന് നമ്മൾ ഒരുപാട് ഡിസൈൻ ചേഞ്ചസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. അതിപ്പോൾ കഴിഞ്ഞ പോളോയിലും വെൻഡോയും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവരുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ബമ്പറും അതുപോലെ ഗ്രില്ല് അങ്ങനെ അതിലൊക്കെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ കൊടുത്തു അത്രേ ഉള്ളൂ. പിന്നെ ചില സമയത്തൊക്കെ ഒരു ഹെഡ് ലാമ്പിലും കുറച്ചൊക്കെ കോസ്മെറ്റിക് ഡിഫറൻസ് വരുത്താറുണ്ട്. അതാണ് സംഭവം. എന്തായാലും എഞ്ചിൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആസ്പെക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 1.5 TSI 1 ലിറ്റർ TSI, അതുപോലെ 7 സ്പീഡ് DQ200 DC ഓട്ടോമാറ്റിക്, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതൊക്കെ തന്നെയായിരിക്കും ഇതിനകത്ത് ഇനിയും കിട്ടാൻ പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ ഇൻറ്റീരിയർ ഇവരിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടി വെച്ച് നോക്കുമ്പം കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സമയമായി. ഈവൻ നമ്മളിപ്പോൾ ഈ അടുത്ത് വന്ന് കിയയുടെ സെറോസ് നോക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഇൻറ്റീരിയർ കുഷാക്ക് ടൈഗണൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആണ്. ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിലും ഈവൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എടുക്കുകയാണെങ്കിലും. സോ അതിലെന്തായാലും പണിയെടുക്കേണ്ട നല്ല ആവശ്യമുണ്ട്. ഇനിയിപ്പം ഇവരുടെ അടുത്ത വരാൻ പോകുന്ന വണ്ടി ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനമാണ്. ഫോക്സ് വാഗൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഇലക്ട്രിക് വാഹനം കൂടി ആയിരിക്കും ഇത്. അതാണ് ID4 എന്ന് പറഞ്ഞ ഇവരുടെ ഇലക്ട്രിക് SUV. ഈ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ചധികം കാലമായി. ഇത് ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റി റൂമേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആക്ച്വലി 24 തന്നെ വരും എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്തായാലും 4 വന്നില്ല. ഇനിയിപ്പം ഈ വർഷം വരും എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഈ വണ്ടി ഇന്ത്യയിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈവൻ നമ്മുടെ സ്കോഡയുടെ എനിയാക് IV ആണെങ്കിൽ പോലും അതും ഇന്ത്യയിലെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ 2 വണ്ടികൾ ഇതുവരെ വന്നിട്ടില്ല.
ഈ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ കറൻ്റ്ലി ഇതിപ്പോൾ ഇൻ്റർനാഷണലി ഒരു ഫേസ് ലിഫ്റ്റിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ത്യയിൽ ഫേസ് ലിഫ്റ്റ് വേർഷൻ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിലെനിക്ക് സംശയമുണ്ട് അഗെയിൻ. കാരണം പൊതുവേ ഈ ഫോക്സ് വാഗൻ പോലത്തെ കമ്പനികളൊക്കെ കുറച്ച് പഴയ വണ്ടികളാണ് നമുക്ക് ഇന്ത്യയിൽ തരാറുള്ളത്. ഈവൻ നമുക്കിപ്പോൾ കിട്ടുന്ന സൂപ്പറൊക്കെ എടുത്താൽ പോലും ഒരു ടിഗ്വാൻ ആണെങ്കിൽ പോലും എല്ലാം നമുക്ക് കുറച്ച് പഴയ വണ്ടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. 77 കിലോമീറ്റർ ബാറ്ററി പാക്കാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. ഇൻ്റർനാഷണലി ഈ വാഹനത്തിൽ റിയർ വീൽ ഡ്രൈവ് അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. 204 PS പവറാണ് നമുക്ക് റിയർ വീൽ ഡ്രൈവിൽ കിട്ടുന്നത്. അതുപോലെ ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ 265 PS പവറും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റേഞ്ച് ഏകദേശം 300 to 450 കിലോമീറ്റേഴ്സിൻ്റെ ഇടയിലാണ് വേരി ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചും ഉണ്ട്. ഈ വണ്ടിയും ഇന്ത്യയിൽ CBU ആയിട്ട് തന്നെ വരും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ പ്രൈസ് ഏകദേശം 60 lakhs റേഞ്ച് ആയിരിക്കും. അതായത് നമ്മുടെ കിയയുടെ EV6 ഒക്കെ ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഈ വണ്ടിയും വരാൻ പോകുന്നത് എന്ന് പറയാം. ഐനിക് 5 ഇന്ത്യയിൽ റിയർ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ, CKD ആണ്. അതുകൊണ്ട് 45 lakhs കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ആൾക്കാർ ആക്ച്വലി EV6 ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഐനിക് 5 ആണ് കൂടുതൽ വാല്യൂ ഓഫർ ചെയ്യുന്നത്. എനിവേ അത് പോട്ടെ. ഇനിയിപ്പം ഫോക്സ് വാഗൻ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത വാഹനം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതാണ് ഗോൾഫ് GTI. ഇതും ഓട്ടോക്കാർ ഇന്ത്യ തന്നെ കുറച്ച് കാലം മുന്നേ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസ് ആയിരുന്നു. ഈ വണ്ടി ഇന്ത്യയിൽ നമുക്ക് ഓഗസ്റ്റ് ആകുമ്പോഴേക്കും 2025 വരും എന്നാണ് പറയപ്പെടുന്നത്. എഗെയിൻ ഇത് GTI എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ 2016 പോളോ GTI കിട്ടുന്നത്. അതിവിടെ പോളോ എന്ന് പറഞ്ഞ പേര് ഉപയോഗിക്കാതെ ജസ്റ്റ് ഫോക്സ് വാഗൻ GTI എന്ന് പറഞ്ഞ പേരിലാണ് അവർ വിറ്റിരുന്നത്. ആ വണ്ടി വന്നതിന് ശേഷം പിന്നെ അത് 2-3 വർഷം കൊണ്ട് നിർത്തിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു GTI ബാഡ്ജിങ്ങുള്ള വണ്ടിയൊന്നും ഇന്ത്യയിലേക്ക് ഫോക്സ് വാഗൻ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അടുത്തൊരു പുതിയ റീഎൻട്രി GTI അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പം അത് പോളോ വെച്ചല്ല, ഗോൾഫ് വെച്ചാണ് കൊണ്ടുവരുന്നത്. ഗോൾഫ് എന്ന് പറയുമ്പം പോളോയുടെ കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്ന ഒരു നല്ല വണ്ടിയാണ്. ഇൻ്റർനാഷണലി ഫോക്സ് വാഗൻ അറിയപ്പെടുന്നതും അവരുടെ ഗോൾഫിന് വേണ്ടി തന്നെയാണ്. കൂടുതൽ വിറ്റ് പോകുന്ന വണ്ടിയും ഗോൾഫ് തന്നെയാണ്. സോ അത്യാവശ്യം നല്ല വാഹനമാണ്. 265 PS അടുത്തത് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 321 Nm അടുത്താണ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. 6.4 seconds ആണ് ഈ വാഹനത്തിൻ്റെ 0 to 100 ടൈമിങ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ഫീച്ചേഴ്സ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിലും ഇമ്പോർട്ടഡ് വണ്ടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്വാളിറ്റി എല്ലാം നമുക്ക് കിട്ടും. ഈവൻ ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഒട്ടും കുറ്റം പറയാനില്ല. 12.9 inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 215 inch, അതുപോലെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ കുറച്ച് GTI സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ്, സീറ്റ്സ്, അതുപോലെ ഈവൻ ക്ലസ്റ്ററിൽ വരുന്ന ഗ്രാഫിക്സ്, പിന്നെ ഒരുപാട് റെഡ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ്. പക്ഷേ പ്രശ്നം പ്രൈസിങ്ങിലായിരിക്കും. ഇതും ഇമ്പോർട്ട് ചെയ്ത് തന്നെ CBU വഴി കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് ഒരു 40 to 50 lakhs റേഞ്ചിൽ എത്താൻ സാധ്യതയുണ്ട്. വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ അതവർ ആദ്യം ആ പ്രൈസിൽ ഇറക്കും. പിന്നൊരു 1 yearനുള്ളിൽ ചിലപ്പോൾ പ്രൈസ് കുറഞ്ഞ് നമുക്കൊരു 30 lakhs റേഞ്ചിലേക്കൊക്കെ എത്താനും സാധ്യതയുണ്ട്. ഇനി അടുത്ത വാഹനം ഫോക്സ് വാഗൻ്റെ മറ്റൊരു SUV ആണ്. ഇത് ടൈറോൺ എന്ന് പറഞ്ഞ് ഇവരുടെ ഇൻ്റർനാഷണലി കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത പുതിയ വണ്ടിയാണ്. പറഞ്ഞു വരുമ്പം നമുക്ക് ഇന്ത്യയിൽ ഈ വാഹനം ടിഗ്വാൻ നമ്മുടെ 7 സീറ്റർ ഓൾ സ്പേസ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ നിലവിൽ നമുക്കിപ്പോൾ ടിഗ്വാൻ ഇല്ല ഓൾ സ്പേസിൽ. ആ 5 സീറ്റർ മോഡൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇപ്പം നിലവിലുള്ള ടിഗ്വാന് പകരമായിട്ടായിരിക്കും അവർ ഈ വണ്ടി ഇനിയിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നമുക്ക് ഇനിയിപ്പം ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന ടിഗ്വാൻ എന്ന് പറയുന്ന 6ഉം അതുപോലെ അതിന് താഴത്തൊരു 7 സീറ്റർ വണ്ടി പോലെ ഏകദേശം കോഡിയാക്കിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് പറയാം. കോഡിയാക്കിൻ്റെ റീപ്ലേസ്മെൻ്റ് അല്ല, കോഡിയാക്കിൻ്റെ സെയിം സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന ഒരു വണ്ടി പോലെ പറയാം. സ്കോഡ ഇന്ത്യയിൽ കോഡിയാക്കിൻ്റെ 5 സീറ്റർ മോഡലൊന്നും കൊണ്ടുവരുന്നില്ല. അത് ഇല്ലാന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു വണ്ടി. പക്ഷേ ഫോക്സ് വാഗൻ 5 സീറ്റർ മാത്രമാണല്ലോ കൊടുത്തുകൊണ്ടിരുന്നത്. സോ ബേസിക്കലി 2 വണ്ടികളും ഇനിയിപ്പോൾ ഒരു സെഗ്മെൻറ്റിലാക്കാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പരിപാടിയാണ്. കാരണം ആ ഒരു പ്രൈസ് പോയിന്റിൽ കൂടുതൽ ആൾക്കാരും 7 സീറ്റർ വണ്ടി ഫോർച്യൂണറിൻ്റെ ഒക്കെ റൈവലായിട്ടൊക്കെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫോർച്യൂണറിൻ്റെ റൈവൽ പോലെ പറയാൻ പറ്റില്ല എങ്കിൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഈവൻ ഡിസൈൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വണ്ടിയാണ്. ടിഗ്വാൻ പോലെ നമുക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നില്ല കാണുമ്പം. പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആൻഡ് ഈ വണ്ടി അവർ ഗ്രൗണ്ട് സപ്പൈന് 7 സീറ്റർ പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന 7 സീറ്റർ ആണ്. 5 സീറ്റർ ഉണ്ട്. പക്ഷേ അത് ടിഗ്വാൻ പോലെ ഭയങ്കര ക്രാംഡ് ആയിട്ടുള്ള സീറ്റിംഗ് അല്ല ഈ വാഹനത്തിൻ്റെ. കുറച്ചും കൂടെ ബെറ്റർ സീറ്റിംഗ് സ്പേസ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. സോ അക്കാര്യത്തിൽ ഇത് ഇത്തിരി കൂടെ ബെറ്റർ ആണെന്ന് പറയാം. എന്തായാലും ഇത്രയും നേരം നമ്മൾ CBU വണ്ടികളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്ക്ഫുള്ളി ഈ വണ്ടി CBU അല്ല, CKD ആണ്. അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ഫോമിലാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് ഒരു 35 to 40 lakhs ഒക്കെ റേഞ്ചിൽ നിൽക്കും. ആ പ്രൈസിൽ തീർച്ചയായും വളരെ നല്ലൊരു വാഹനം തന്നെയായിരിക്കും ഇത് എന്ന് നമുക്ക് പറയാം. സോ ഗൈസ്, ഇതാണ് ഫോക്സ് വാഗൻ ഈ വർഷം കൊണ്ടുവരാൻ പോകുന്ന പുതിയ 5 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും നല്ല ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ പ്രൊഡക്ട്സ് ഓർ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.